നമസ്കാരം. ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെയായിരുന്നു ഇന്നലെ വരെ CPM നേതാക്കളുടെയൊക്കെ തള്ളൽ. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയതെന്ന്. എത്രമാത്രം കിരാത ഭരണമാണ്, ഓർക്കുമ്പോൾ പോലും ഭയം തോന്നുന്ന തരത്തിലുള്ള ഭരണമാണ് നമ്മളൊക്കെ അനുഭവിച്ചത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേർ, മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷത്തുള്ളവരും സാധാരണക്കാരായ ജനങ്ങളും ഉൾപ്പെടെ ഒരുപാട് പേർ വേട്ടയാടപ്പെട്ടു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. അതിനെല്ലാം മറുപടി ഇന്ന് ജനങ്ങൾ പിണറായി വിജയന്റെ സർക്കാരിന് CPMന് കൊടുത്തിരിക്കുകയാണ്. കാരണം 14ഓളം മന്ത്രിമാർ ഇപ്പോൾ വോട്ടെണ്ണൽ 4ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 14ഓളം മന്ത്രിമാർ പിന്നിലാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് കേരളം കാണുന്നത്. ആറന്മുളയിൽ വീണ ജോർജ് കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ KSU പ്രവർത്തകർ അവരെ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ICUവിൽ കയറി കിടന്ന് കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ പോലീസിന് കൊടുത്ത മൊഴിയും നമ്മൾ കണ്ടതാണ്. കുറേ പാവപ്പെട്ട കുട്ടികളെ കുറച്ച് ദിവസം ജയിലിലിട്ടു. അതിൽ ആത്മസംതൃപ്തി അടഞ്ഞവളാണ് വീണ ജോർജ്. ആ വീണ ജോർജ് അബിൻ വർക്കിയോട് തോൽക്കും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. പിന്നെ ആർ ബിന്ദു, ചിഞ്ചുറാണി, MB രാജേഷ്, അങ്ങനെ നിരവധി മന്ത്രിമാർ, 14ഓളം മന്ത്രിമാർ ഇപ്പോൾ വോട്ടെണ്ണുമ്പോൾ 4ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ പിന്നിലാണ്. പിന്നെയുള്ളത് മുഹമ്മദ് റിയാസും സജി ചെറിയാനും ഉൾപ്പെടെയുള്ള 2-3 പേർ മാത്രമാണ്. അതും ചെറിയ ഭൂരിപക്ഷമാണ് അവർക്കുള്ളത്. ആ വോട്ടിന്റെ ലീഡിലാണ് അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ബംഗാളിൽ ഈ ഭരണം തിരിച്ചടിച്ചു. 35 കൊല്ലം ഭരിച്ച ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് എടുത്തു. ആ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും. UDFന്റെ ഒരു മുന്നേറ്റം എന്നല്ല, ഒരു സുനാമി എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ആ തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കണ്ടു, ഈ വോട്ടെടുപ്പിനെ കണ്ടു എന്നുള്ളതാണ്. ഇതൊന്നും ആരുടെയും ഒരു നേട്ടമല്ല, ഒരു നേതാവിൻ്റെയും നേട്ടമല്ല, ഒരു UDF നേതാവിൻ്റെയും നേട്ടമല്ല. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ പകവീട്ടലാണ്. ജനങ്ങളെ പട്ടികളായി കാണുന്ന ഒരവസ്ഥയുണ്ടായിരുന്നല്ലോ. ഞാനും നിങ്ങളെയും ഉൾപ്പെടെയുള്ള നികുതി ഒടുക്കൽ, വോട്ട് കുത്തൽ യന്ത്രങ്ങളായ സാധാരണക്കാരെ പട്ടികളെ പോലെ ഈ പിണറായി സർക്കാർ കാണുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അയാൾ വരുമ്പോൾ നമ്മളൊക്കെ റോഡിൽ ഒതുങ്ങി മാറി നിൽക്കേണ്ടി വരുന്ന ഒരു കാഴ്ച. ആ സമയത്ത് നമ്മളാണ് ഇന്ന് രാജാക്കന്മാരായിരിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൊടുത്തൊരു മറുപടിയാണ് ഇപ്പോൾ ഇതിലൂടെ വരുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഈ മണ്ടശിരോമണികൾ പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ 14ഓളം മന്ത്രിമാർ പിന്നിൽ നിന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് തിരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വളരെ കുറച്ച് പേർ മാത്രം ഒരുപക്ഷെ ജയിച്ചേക്കാം, 1-2 പേർ ഈ കൂട്ടത്തിൽ ജയിച്ചേക്കാം 14 പേരിൽ. ബാക്കിയുള്ളവരെല്ലാം തോറ്റു തൊപ്പിയിട്ട് വീട്ടിലിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അധികാരം നന്നായി ആസ്വദിച്ചവരായിരുന്നു ഈ മന്ത്രിമാരൊക്കെ. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുമ്പാണ് എക്സൈസ് മന്ത്രിയായിരുന്ന MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ ബാറുകളുടെ പ്രവർത്തനാനുമതി 2 മണിക്കൂർ കൂട്ടിക്കൊടുത്തത്. അതിലൂടെ കോടിക്കണക്കിന് ശതകോടികളുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ 2 മണിക്കൂർ ബാറുകൾക്ക് പ്രവർത്തനാനുമതി അധികം കൊടുത്തത് കൊണ്ട് കേരളത്തിൽ വലിയ വികസനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതിൽ നടന്നിരിക്കുന്നത് വലിയ അഴിമതിയാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളെ പുല്ലുപോലെ, പട്ടിയെപ്പോലെ കാണുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം ഉള്ള ഒരു പാഠം കൂടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വോട്ടെണ്ണലിലൂടെ പുറത്തു വരുന്ന ഫലം. ഇവരൊക്കെയായി ഈ ഫലം പ്രതീക്ഷിച്ചിരുന്നു. കാരണം കമ്മ്യൂണിസത്തിന് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല, CPM തകർന്ന് അടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഏറ്റവും നന്നായി മുമ്പ് തന്നെ മനസ്സിലാക്കിയവരാണ് ഈ മന്ത്രിമാരൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഈ തോൽവിയൊന്നും അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം നമുക്ക് മറ്റെന്ത് ചെയ്താലും കിട്ടില്ല. 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സന്തോഷമാണ്. ഓണവും അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് വരുന്നതെങ്കിൽ ഇതുപോലെയുള്ള ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. എന്തായാലും സംസ്ഥാനത്തെ UDF തരംഗമാണ്, UDF സുനാമിയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുനാമിയിൽ LDF എന്ന് പറയുന്ന നശിച്ച പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഇനി എന്തായാലും അന്തിമ വിധി വരുമ്പോൾ എത്ര സീറ്റുകൾ കിട്ടി എന്ന് മാത്രമേ അറിയാറുള്ളൂ.